നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നിഫ്റ്റിയുടെ മൂവ് നമ്മൾ ഈ കാണുന്നത് പോലെയാണ്. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നൊരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ ലോ ടു ഹൈ മൂവ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് വരുന്നത് 0.33% ആണ്. അതായത് 83 പോയിൻറ്റിൻ്റെ ചേഞ്ച് അത് കൊടുത്തിട്ടുള്ളൂ. എന്നിരുന്നാൽ തന്നെ ഇന്ന് നമുക്കറിയാം ഇതിൻ്റെ 25,000 എന്ന് പറയുന്ന ആ റേഞ്ചിന് മുകളിലേക്ക് ഇന്നലെ ക്ലോസിങ്ങും തന്നു. അതുപോലെ തന്നെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും ഇന്ന് തന്നു. അപ്പോൾ ഈ ഗ്യാപ്പിൽ തന്നെ അവർക്ക് വേണ്ടത് മാർക്കറ്റ് അച്ചീവ് ചെയ്തു എന്ന രീതിയിലാണ് പിന്നീടത് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മളിവിടെ റിവേഴ്സൽ ട്രേഡറാണ്. അപ്പോൾ നമ്മൾ ഈ റിവേഴ്സൽ ട്രേഡിങ്ങിന് എത്ര ശതമാനം വിൻ റേഷ്യോ കിട്ടുന്നുണ്ട്, ഇത് എങ്ങനെ നമുക്ക് കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാമെന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അടുത്ത 30, 40 ഇല്ലെങ്കിൽ 100 ദിവസത്തേക്ക് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു ട്രേഡിംഗ് മെത്തേഡ് നല്ല രീതിയിൽ അതിൻ്റെ റിസ്ക് റിവാർഡ് എങ്ങനെ ചെയ്യണം തുടങ്ങിയതടക്കമുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ സഹായിക്കുന്നൊരു സീരീസ് ആയിരിക്കും ഇത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമ്മൾ ട്രേഡ് ചെയ്യുന്ന ശൈലി തുടക്കക്കാർക്ക് വേണ്ടി ആദ്യമേ ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സപ്പോസ് നമ്മൾ ഒരു സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസും മാർക്കറ്റിൽ കണ്ടെത്തി എന്ന് കരുതുക. അപ്പോൾ നാളെ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി തലേ ദിവസം തന്നെ നമ്മൾ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിനുള്ളിലെ സപ്പോർട്ടും റെസിസ്റ്റൻസും മേഖലകൾ അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണെന്ന് സങ്കല്പിക്കുക. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിൽ ആസ് എ റിവേഴ്സൽ ട്രേഡർ നമ്മൾ ട്രേഡ് എടുക്കുന്നത് മുകളിലത്തെ പ്രൈസ് പോയിന്റിൽ ഈ ലൈനിൽ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടുന്ന് ഷോർട്ട് സെല്ല് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്താൽ നമുക്ക് പിന്നെ നമ്മുടെ ടാർഗറ്റ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരെ, അല്ലെങ്കിൽ നമ്മുടെ 1:2 റിസ്ക് റിവാർഡ്, അത് ചിലപ്പോൾ ഈ സപ്പോർട്ട് ലെവലിനുള്ളിലാവാം, അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴത്താവാം. എനിവേ മിനിമം നമുക്ക് 1:2 റിസ്ക് റിവാർഡ് വേണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ അത് മാർക്കറ്റ് സിമ്പിളി അങ്ങോട്ട് വന്ന് ടച്ച് ചെയ്യാം, അതല്ല ടച്ച് ചെയ്യാതിരിക്കാം. ഇനി ഇങ്ങോട്ട് വരാതെ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തേക്കാം. ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ആസ് എ ട്രേഡർ നമുക്കൊരു എൻട്രി എടുക്കുക, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളെപ്പോലെ ഒരാൾക്കും അത് അസാധ്യമായ കാര്യമാണ്. സോ ഇവിടെ പ്രോബബിലിറ്റി, ഒരു സാധ്യത മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, കണ്ടതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റിൽ പ്രൈസ് എപ്പോഴാണോ വന്ന് താഴത്ത് ഹിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ബൈ ചെയ്യും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ എൻട്രി വരുന്നത്. ഇന്നത്തെ നമ്മൾ എൻട്രി എടുത്ത ആ പോയിൻ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇടയിൽ നമ്മൾ വ്യക്തമായി കാണിച്ചുകൊണ്ട് മനസ്സിലാക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ആക്യുറസി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും നമ്മളുടെ ഈ വാച്ച് ലിസ്റ്റിൽ കാണുന്ന 5ഓളം സ്റ്റോക്കുകളിൽ ഇതുപോലെ നമ്മൾ കണ്ടെത്തി വെച്ചിരുന്ന പ്രൈസ് പോയിൻറ്റുകളിൽ റിവേഴ്സൽ ട്രേഡ് എടുത്താൽ എന്ത് സംഭവിക്കും എന്നതാണ് നമ്മൾ തുടർന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതുന്ന ജേണലിൽ ഇതുവരെ 32 ദിവസത്തെ ട്രേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അങ്ങനെ 200 ദിവസം വരെ ഈ ജേണലിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടാകും. അത്രയും ട്രേഡുകളും നമ്മൾ എടുക്കുന്നതിൻ്റെ വീഡിയോസും നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ ദാറ്റ് ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ മണി മാനേജ്മെൻറ്റ് സൈഡ് അടക്കം പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് ഈ ഒരു 200 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഗുണപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഇതൊരു വലിയ യാത്രയാണ്. ഈ അക്കൗണ്ട് എങ്ങനെ ഗ്രോ ചെയ്യുന്നു എന്നുള്ളത് കൂട്ടത്തിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ പതിവ് സ്റ്റോക്കുകളിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ NTPC ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആൾക്കാർ അതൊന്ന് എടുത്ത് നോക്കിക്കോളൂ. നമ്മൾ ഈ ലൈൻസ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോകളിൽ കാണാൻ പറ്റും. NTPC ഇന്ന് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. നമ്മൾ പറയുന്ന പോലെ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്താൽ നമ്മൾ ബൈ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ബൈ ചെയ്ത ഒരാൾക്ക് എന്ത് റിസൾട്ട് കിട്ടാം. ഇവിടെ ബൈ ചെയ്താൽ നമ്മൾ പറഞ്ഞു 0.5% ആണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നത്. അത് ഇവിടെ വരെയാണ്.
അപ്പോൾ 5% സ്റ്റോപ്പ് ലോസ് വെച്ച് 0.5% സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് അപ്പോൾ നമുക്ക് എത്ര വേണം? മിനിമം 1:2 കിട്ടണമെങ്കിൽ 1% ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ തന്നെ ഇവിടെ 1:2 റിസ്ക് റിവാർഡ് കിട്ടും. ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിൽ പോയി മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ വരച്ച പോയിന്റുകളിലെല്ലാം മാർക്കറ്റിൽ നിന്ന് പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് 1:2.6 റിസ്ക് റിവാർഡ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ NDPCയിൽ പ്രോഫിറ്റാണ് കിട്ടിയത്. അടുത്ത സ്റ്റോക്ക് വരുന്നത് BPCLാണ്. BPCL വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇവിടെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണവും പറഞ്ഞിരുന്നു. ഇവിടെ നിന്നൊരു വലിയ മൂവാണ് കൊടുത്തേക്കുന്നത്. വോളിയം വളരെ ഹ്യൂജാണ് ഇവിടെ ഉള്ളത്. ഒപ്പം തന്നെ ഇതൊരു മൂവാണ്, ഇതൊരു നല്ല മൂവാണ്. അപ്പോൾ ഈ ഒരു മൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡലിനെ അപേക്ഷിച്ച് ഇവിടെ ഹ്യൂജ് വോളിയവും വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയതിന് ശേഷം അതേ പോയിന്റിലേക്ക് നമുക്ക് ഇവിടെ ഒരു റീടെസ്റ്റും കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കാണിച്ചു തരാം. ഈ റെഡ് ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ഇവിടെ വന്നൊരു റീടെസ്റ്റ് തന്നു. അതിന് ശേഷമാണ് പിന്നെ ഈ മാർക്കറ്റ് കയറി പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റീടെസ്റ്റ് വരുന്ന ഭാഗം ഓർഡർ ബ്ലോക്ക് റെഡിയാവാനായിട്ട് അതൊരു ഓർഡർ ബ്ലോക്കായി മാറാനുള്ള കുറച്ച് കൂടുതൽ സാധ്യത. നേരെ മറിച്ച് ഇവിടുന്നും ഇത് ഓർഡർ ബ്ലോക്ക് തന്നെയാണ്, പക്ഷേ ഇങ്ങോട്ടേക്കൊരു റീടെസ്റ്റ് ഈ ലൈനിലേക്ക് പിന്നീട് വന്നിട്ടില്ല എന്നുള്ളതാണ്. സോ ദാറ്റ് ആ റീടെസ്റ്റ് വന്ന അത്രയും പോയിന്റിൽ വരുമ്പോൾ തന്നെ മാർക്കറ്റിൽ ഹ്യൂജ് ബൈയിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ടാണ് റീടെസ്റ്റിൻ്റെ കാര്യം പലരും പറഞ്ഞു കേൾക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, മുകളിൽ പോയിട്ട് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും. സെല്ല് ചെയ്താൽ നമുക്ക് 1% അവിടെ നിന്ന് കിട്ടണം. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ 1% കിട്ടുമോ? കിട്ടി. അപ്പോൾ നമ്മളിവിടെ താഴത്തുനിന്ന് ബൈ ചെയ്തില്ല, മുകളിൽ നിന്ന് സെല്ലാണ് ഫസ്റ്റിൽ ചെയ്യാനായിട്ട് കിട്ടുന്നത്. കാരണം ഫസ്റ്റ് ക്യാൻഡിൽ മുകളിലാണ് ഹിറ്റ് ചെയ്തിട്ടുള്ളൂ, അതിന് ശേഷമാണ് താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്യുന്ന ഒരാൾക്ക് ഇന്ന് ഇതിനകത്ത് തീർച്ചയായിട്ടും 1% എന്ന് പറയുമ്പോൾ നമ്മുടെ 1:2 റിസ്ക് റിവാർഡ് കിട്ടി. അപ്പോൾ 2 സ്റ്റോക്ക് നമ്മൾ നോക്കി. ആ 2 സ്റ്റോക്കിലും റിവേഴ്സൽ ട്രേഡ് ഭംഗിയായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഈ മാർക്ക് ചെയ്തതിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. എത്താത്തതിൻ്റെ കാരണം ഇതാണ്. ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇത് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിരുന്നതല്ല. ഞാൻ പറഞ്ഞു നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ദിവസം കൊണ്ട് നമ്മൾ ഒത്തിരി മെച്ചപ്പെടാൻ ഇനിയുമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്ത ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ ലെവൽ ഓഫ് ടാർഗറ്റ് വരെ ഇതിന്ന് പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 1.7% ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 1:3 റിസ്ക് റിവാർഡ് കിട്ടുന്നൊരു ട്രേഡ് താഴത്തുനിന്ന് മുകളിലേക്ക്. അതായത് 2 റിവേഴ്സൽ ട്രേഡുകൾ ഇന്ന് എടുക്കാൻ പറ്റും. മുകളിൽ നിന്ന് സെല്ല് ചെയ്യാം, താഴത്തുനിന്ന് ബൈ ചെയ്യാം. രണ്ടും 1:2 എബോ തന്നിട്ടുമുണ്ട്. അപ്പോൾ റിവേഴ്സൽ ട്രേഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 2 സ്റ്റോക്കിൽ നമ്മളിപ്പോൾ പ്രോഫിറ്റ് കണ്ടു. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്. ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത് താഴത്താണ്. സോ ദാറ്റ് നമുക്ക് ഈ താഴത്തുനിന്ന് പിന്നെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 0.5% നമ്മൾ വെക്കുന്നത്. അങ്ങോട്ടേക്കൊന്നും മാർക്കറ്റ് പോയിട്ടേ ഇല്ല. പിന്നെ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് മുകളിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ 1:1 ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് നമ്മൾ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ലൈൻ ഇതാണ്. അതിൻ്റെ തൊട്ടടുത്ത് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അതായത് 1.5% വരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 1:3 റിസ്ക് റിവാർഡിൻ്റെ ഒരു ട്രേഡ് അവിടെ ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കണ്ട 3 സ്റ്റോക്കിലും നമുക്ക് 1:2 എബോ റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ഇനി വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓപ്പൺ ചെയ്തേക്കുന്ന ഇവിടെയാണ്. ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ്. സോ ദാറ്റ് നമ്മളവിടെ എന്ത് ചെയ്യും? നമ്മളവിടെ എന്തായാലും സെൽ ഓർഡർ ഇട്ടിട്ടുണ്ടാകും, അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്ത ഉടനെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. ഇനി ഇവിടെ ഓർഡർ ഇട്ടിട്ടില്ലായിരുന്നു, മറ്റൊരാൾ ഇവിടെയാണ് ഓർഡർ ഇട്ടിരുന്നതെങ്കിൽ ഇവിടുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്താലും കിട്ടത്തില്ല. എന്ത് കിട്ടത്തില്ല? ടാർഗറ്റ് കിട്ടില്ല, 1% കിട്ടുന്നില്ല. സോ ദാറ്റ് ഇന്ന് ഈ സ്റ്റോക്കിൽ എടുത്താൽ ഈ 2 പോയിന്റിൽ നിന്നും ലോസേ കിട്ടാനുള്ളൂ. പിന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ഏരിയ താഴത്താണ്, അതിലേക്ക് വന്ന് മാർക്കറ്റിൽ നിന്ന് ഹിറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ബൈ ഓർഡർ നമുക്ക് കൊടുക്കാൻ ഉള്ളൊരു പ്രൊവിഷൻ അവിടെ ഇല്ല. സോ ദാറ്റ് ഇതിനകത്ത് എന്തായാലും ഇന്ന് ലോസേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 നോക്കിയതിൽ 3 പ്രോഫിറ്റും 1 ലോസും. ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നത് ONGCയിലാണ്. ONGCയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലല്ല നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ചാർട്ടിലുണ്ടായിരുന്ന മാർക്കിങ്ങുകൾ ഇതല്ല. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം.
നമ്മളുടെ ആ ട്രേഡ് എടുത്തപ്പോഴുണ്ടായിരുന്ന സ്ക്രീൻഷോട്ട് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ മധ്യഭാഗത്തായിട്ട് ഇവിടെ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ നമ്മൾ മാർക്ക് ചെയ്യപ്പെട്ടിരുന്നില്ല. നേരെ മറിച്ച് ഈ പ്രൈസിൽ, അതായത് 241.89 നമ്മൾക്കൊരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിരുന്നു. സപ്പോർട്ട് നമ്മൾ താഴെ മാർക്ക് ചെയ്തിരുന്നത് 239.90 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് മാർക്കറ്റ് താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെ ഒരു ലൈൻ ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നു, അത് നമുക്കിതിനൊക്കെ ശേഷം മനസ്സിലായതാണ്. അതർവൈസ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇവിടെയാണ് ക്ലോസിങ് തന്നത്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ രണ്ട് സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് 0.5%, താഴത്തേക്കും ഏകദേശം 0.5% ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക്, അതായത് ഈ 1%-ന് ഇടയ്ക്ക് രണ്ട് ലൈനുകൾ കൊടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ്റെ പുറത്ത് നമ്മളതെടുത്ത് മാറ്റിയതാണ്. അത് കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഇത് കണ്ടോ, ഇവിടെയും ഇത് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു റെസിസ്റ്റൻസായി വർക്ക് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ അത് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് ഈ 30-ാം തീയതി ചാർട്ടിൽ നിന്നാണ്. ഈ ഒരു ഡൗൺ സൈഡ്, വൺ സൈഡഡ് മൂവ് ഇപ്പോൾ തന്നെ നമ്മളൊരെണ്ണം ചെക്ക് ചെയ്തപ്പോൾ കണ്ടു, ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നിട്ട് ഇവിടെ റീടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റീടെസ്റ്റ് വന്നിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ അതിൻ്റെ പ്രാധാന്യമായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു ദിവസമാണെങ്കിൽ അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല, മാർക്കറ്റ് താഴത്തേക്ക് തന്നെ പുഷ് ചെയ്തു. അപ്പോൾ അത് തന്നെ ഇവിടെയും മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഏരിയയ്ക്ക് മുകളിലേക്ക് മാർക്കറ്റ് വന്നത് തൊട്ട് മുന്നിലത്തെ ദിവസമാണ്. ആ ദിവസം വന്നപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കിട്ടിയിട്ടുള്ളതാണ്. സോ ദാറ്റ് ഇവിടെ നമ്മളതിനെ കൺസിഡർ ചെയ്യണമായിരുന്നു എന്നതാണ് ഇന്നത്തെ മാർക്കറ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഹിറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇത് താഴത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വരുന്ന സമയത്ത് നമ്മളവിടെ ഓർഡർ ഒന്നും പ്ലേസ് ചെയ്തിരുന്നില്ല. ഫസ്റ്റ് ക്യാൻഡിലിൽ നമ്മൾ താഴത്ത് മാത്രമാണ് ഓർഡർ വെച്ചിരുന്നത്. അത് ഏകദേശം ഇവിടെയാണ് നമ്മൾ ഓർഡർ ഇട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 9:29 ഈ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ ഒരു 9:15 ശേഷമാണ് ഈ രണ്ട് സൈഡിലും നമ്മൾ ഓർഡറുകൾ ഇട്ട് വെച്ചത്. അപ്പോൾ താഴത്ത് ബൈ ഓർഡർ ഇട്ടു, മുകളിൽ സെൽ ഓർഡർ ഇട്ടു. ഇത് താഴത്തേക്ക് പോകുന്നു, ഇവിടെ വന്ന് ബൈ ഹിറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ഏരിയ നമ്മുടെ ചാർട്ടിൽ ആ സമയത്തില്ല. പക്ഷേ ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ വരയ്ക്കാൻ വിട്ടുപോയതാണ്, നമുക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് അത് റിവേഴ്സായി മുകളിലേക്ക് പോയി. ദാറ്റ് മീൻസ് ആ സമയത്ത് നമ്മൾ ഇവിടെ ഇട്ടിരുന്ന ബൈ ഓർഡർ ഇവിടെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഈ ക്യാൻഡലിൻ്റെ എൻഡിലേക്ക് വന്നത് ഹിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പ്രൈസ് വരുന്ന 240.50 ഈ ലൈൻ. അപ്പോൾ ഈ ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ ഡേയിലോ 240.50 അതിൽ ഹിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഓർഡർ കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലൈൻ വരയ്ക്കാൻ വിട്ടുപോയി, മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ വന്ന് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇവിടെ ഹിറ്റ് ചെയ്തപ്പോൾ, അതായത് ഇവിടെ വന്നതിന് ശേഷം തിരികെ വന്നിട്ട് ഈ ക്യാൻഡിലാണ് നമ്മൾ സെല്ല് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് അവിടെ സെല്ല് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇന്ന് ഹിറ്റ് ചെയ്തു. അങ്ങനെ 233.50 സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇന്ന് എടുത്തു. മറിച്ച് ഇവിടെ ഇട്ട ഓർഡർ നമ്മൾ ഈ ലൈനിനെ കൺസിഡർ ചെയ്തിരുന്നുവെങ്കിൽ, ഇവിടെ ആ ഓർഡർ ഇട്ടിരുന്നെങ്കിൽ നമുക്കിന്നത് കിട്ടുമായിരുന്നു. ഓക്കെ, അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് 1:2 റിസ്ക് റിവാർഡ് അത് സിംപിളി കൊടുക്കുമായിരുന്നു. എനിവേ, അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു തെറ്റിൻ്റെ ഭാഗമായി ലോസ് എടുത്തിട്ടുണ്ട്. നമ്മളുടെ ജേണൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം ഇതുവരെ നമ്മൾ മൊത്തം 6 ട്രേഡ് എടുത്തു. അത് 6 ദിവസമാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 4 ദിവസവും നമുക്ക് ലോസ് കിട്ടി, 2 ദിവസമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നെറ്റ് ലോസ് 364 രൂപയാണ്. നിങ്ങൾക്കറിയാം, നമ്മളുടെ ഒരു ദിവസം 1:2 റിസ്ക് റിവാർഡ് അടിച്ചാൽ അത് മിനിമം 400 രൂപയ്ക്ക് മുകളിലാണ്. സോ ദാറ്റ് ഈ ഒരു ലോസ് കുഴപ്പമുള്ളതല്ല. അതായത് 4 ദിവസം ലോസ് അടിച്ചിട്ടും 2 ദിവസം മാത്രം പ്രോഫിറ്റ് അടിച്ചിട്ടും നമ്മളുടെ നെറ്റ് ലോസ് എന്ന് പറയുന്നത് 364 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലോസ് അത്ര പ്രശ്നമുള്ള ലോസ് അല്ല. നമുക്കൊരു ദിവസം പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ നെറ്റ് നല്ലൊരു പ്രോഫിറ്റിലേക്ക് കയറി വരും. ഇനി ഇതുവരെ മൊത്തം നമ്മൾ 32 ദിവസം ട്രേഡ് എടുത്തു. അതിൽ 13 ദിവസമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ, 19 ദിവസം നമുക്ക് ലോസാണ്. അതായത് 41% മാത്രമാണ് നമ്മുടെ വിൻ റേഷ്യോ. 50% നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലാണുള്ളത്. ഓക്കെ,
ഇനി കഴിഞ്ഞ മാസത്തതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. കഴിഞ്ഞ മാസം നമ്മൾ 20 ദിവസം ട്രേഡ് ചെയ്തിരുന്നില്ല, 9+9, അതായത് 18 ദിവസം മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്തിരുന്നത്. 9 ദിവസം ലോസ് ആയിരുന്നു, 9 ദിവസം പ്രോഫിറ്റ് ആയിരുന്നു. 50% ആയിരുന്നു നമ്മളുടെ വിൻ റേഷ്യോ. അപ്പോൾ നെറ്റ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആയിരുന്നു. അതായത് 40% വിൻ റേഷ്യോ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 10%ൻ്റെ ROI കിട്ടും, പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാകും 10%. ഇനി 50% ആണെങ്കിൽ ആക്ച്വലി നമുക്ക് കിട്ടേണ്ടത് 25% ആണ് പ്രോഫിറ്റ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചില ദിവസങ്ങളിൽ ടാർഗറ്റ് 1:2 ഒന്നും ഹിറ്റ് ചെയ്തില്ല, മാർക്കറ്റ് അതിന് മുന്നേ ക്ലോസ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ 173, 104 ഒക്കെ കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു കാര്യം അപ്പോൾ ഈ ഒരു ദിവസം നോക്കിയാലും 1:2 അവിടെ മാർക്കറ്റ് ഹിറ്റായിട്ടില്ല, നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 25 വരേണ്ട സ്ഥാനത്ത് 20% പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. നിരന്തരം പരിശീലിച്ചാൽ ഏതൊരു സ്ട്രാറ്റജി ആയിക്കോട്ടെ ട്രേഡിങ്ങിൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നതാണ് വിജയിച്ച ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നമ്മൾ. അപ്പോൾ നമ്മളൊരു കാര്യം കൂടെ ഇന്ന് ഈ വീഡിയോക്കകത്ത് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇതിനകത്തിപ്പോൾ ഉള്ള മാർക്കിങ്ങുകളൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ കുറച്ചൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നമ്മൾ ഇന്നത്തെ പറഞ്ഞ വീഡിയോയുടെ ഭാഗത്തുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തതുമായിട്ട് കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിവിടെ വരച്ചു എന്നത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മറിച്ച് നിങ്ങളിത് കണ്ടതിന് ശേഷം നിങ്ങൾ വരയ്ക്കുമായിരുന്നെങ്കിൽ എങ്ങനെ വരയ്ക്കുമായിരുന്നു, ഇതും അതും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഈ വരച്ചേക്കുന്ന വരയ്ക്ക് ഓരോ വര ഇട്ടപ്പോഴും നമുക്കതിനൊക്കെ ഒരു കാരണമുണ്ടായിരുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്കും ഇത് കിട്ടും. ഇവിടെ നമ്മൾ വലിയൊരു മൂവ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 1.33 മില്യൺ ആണ് അവിടുത്തെ വോളിയം വന്നേക്കുന്നത്. ഹ്യൂജ് ബൈയിങ് സൈഡ് വോളിയം ഉണ്ട്, അതുപോലെ തന്നെ സെല്ലിങ് സൈഡും ഉണ്ട്. അപ്പോൾ നല്ല വോളിയം അവിടെ കയറിയിട്ടുണ്ട്. സോ ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. മുകളിൽ പോയതിന് ശേഷം ഇത് താഴെ വന്ന് റീടെസ്റ്റും അതേ പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ലൈൻ വരച്ചേക്കുന്നതിന് 860 ബയേഴ്സും 186 സെല്ലേഴ്സും ഉള്ളൂ. സോ നല്ലൊരു മൂവാണ് ഇവിടെ നടത്തിയത്. അതിനുശേഷം ഇങ്ങോട്ട് റീടെസ്റ്റും തന്നു. അതുകൊണ്ടാണ് ഇവിടെ സപ്പോർട്ട് ഏരിയ വരച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇനി നമ്മൾ കാണിക്കുന്ന ഓരോ ചാർട്ടിലെയും എന്തുകൊണ്ട് ആ മാർക്കിങ്ങുകൾ നമ്മൾ നടത്തി അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് മുന്നിലേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതനുസരിച്ച് ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഈ മാർക്കിങ്ങും നമ്മുടെ മാർക്കറ്റിനും മൂവ്മെൻറ്റും തമ്മിൽ സിങ്ക് ആകാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ കുറേ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാകും. നമ്മൾ വരച്ച് വെച്ചേക്കുന്ന വേറെ ആയിരിക്കും, മാർക്കറ്റ് മൂവ് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. പതിയെ ഇത് തമ്മിൽ സിങ്ക് ആകാൻ തുടങ്ങും. ആ സമയത്ത് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ BPCLലെ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ കാരണങ്ങളൊന്ന് കണ്ടെത്തുക. അതേപോലെ തന്നെ പവർ ഗ്രിഡിൽ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് ഇപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ്. അതിൻ്റെ കാരണങ്ങളും കൂടെ നിങ്ങളൊന്ന് കണ്ടെത്തുക. അതിനുശേഷം അത് പഠിച്ച് പോയി കഴിയുമ്പോൾ തനിയെ നിങ്ങൾക്ക് ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നുണ്ടാവും, നിങ്ങളൊത്തിരി ബെറ്റർ ആകുന്നുണ്ടാവും. ഇനി നാളെ ONGCയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഓർഡർ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ONGCയിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അതിനകത്ത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, അങ്ങനെ തന്നെ നിലനിർത്തിയേക്കുവാണ്. ഇന്നത്തെ ക്ലോസിങ് ഇവിടെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ താഴത്തെ സപ്പോർട്ടായിട്ട് നമ്മൾ കണ്ടേക്കുന്ന ഈ ഒരു ഏരിയയാണ്. അതിന് കാരണം നിങ്ങൾക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ കാണാം. നല്ല രീതിയിലുള്ള വോളിയം ബൈയിങ് സൈഡും സെല്ലിങ് സൈഡും അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ചും കൂടെ അത് സപ്പോർട്ടാണ്, കാരണം ക്ലോസിങ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അത്രയും വോളിയം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ തന്നെ നമുക്കിവിടെ കാണാം, ഇവിടെ റീടെസ്റ്റ് കൊടുത്തു. വീണ്ടും ഇവിടെ റീടെസ്റ്റ് വരുമ്പോഴൊക്കെ അവിടെ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത്. ഇവിടെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അതിനകത്ത് നമ്മളൊരു മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നാളെ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. എന്താകും എന്നുള്ളത് നമുക്ക് നാളെ വൈകുന്നേരത്തേക്ക് ഇതുപോലെ തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചാർട്ടിൽ ധാരാളം
സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാൻ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ഒരിക്കലും പാഴാകത്തില്ല. ഇൻ ഫ്യൂച്ചർ ആദ്യമൊക്കെ നിങ്ങൾക്ക് തോന്നും ഇത് ഒന്നും സെറ്റാകുന്നില്ല, നമുക്ക് പറ്റുന്നില്ല എന്നൊക്കെ. എന്നിരുന്നാൽ പോലും ക്ഷമയോടുകൂടെ നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.